മുനയംകുന്ന് രക്തസാക്ഷിത്വത്തിന്റെ 78ാം വാർഷികത്തോടനുബന്ധിച്ച് പാടിയോട്ടിച്ചാൽ മുനയംകുന്ന് രക്തസാക്ഷി നഗറിൽ റെഡ് വോളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും പൊതുസമ്മേളനവും നടന്നു. പൊതുസമ്മേളനം CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉദ്ഘാടനം ചെയ്തു. പിന്നീട് രണ്ടുപേർ, ഒരാളെ ലോകപരിവച്ച് മരിക്കുന്നു, മറ്റൊരാളെ കൊന്ന് മരിച്ചെറിയുന്നു, മൂന്നാമത്തെ ആളെ ജയിലിൽ വെച്ച് മരണപ്പെടുന്നു. അങ്ങനെ ഫലത്തില് മുനയംകുന്ന് സംഭവത്തിന്റെ ഭാഗമായിട്ട് 9 രക്തസാക്ഷികളാണ് ഉണ്ടായിട്ടുള്ളത്. മുനയംകുന്ന് ഉൾപ്പെടെയുള്ള എത്രയോ ഉജ്ജ്വലമായ പോരാട്ടങ്ങളാണ് കേരളത്തിൽ രൂപപ്പെടുത്തിയത്. ഇപ്പൊ നമ്മൾ സാധാരണ പറയാറുണ്ട്, ലോകത്തിന്, നാടിന്, രാജ്യത്തിന് മാതൃകയാണ് നമ്മുടെ കേരളം. അഭിമാനത്തോടെ പറയാൻ വേണ്ടി കഴിയും. കേരളം ഇന്ന് ലോകത്തിന്റെ മുന്നിൽ തലയുയർത്തി നിൽക്കുന്നതിന് ഈ നാട് ആരോടെങ്കിലും നന്ദി പറയണമെങ്കിൽ ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടത് മുനയംകുന്ന് രക്തസാക്ഷികൾ ഉൾപ്പെടെയുള്ള കയ്യൂരിലെയും കരിവള്ളൂരിലെയും കാവുമ്പായിലെയും മുനയംകുന്നിലെയും തില്ലങ്കേരിയിലെയും പഴശ്ശിയിലെയും പായത്തെയും അതുപോലെ കോറത്തെയും വെള്ളത്തെയും എല്ലാം ഉജ്ജ്വലരായ വിപ്ലവകാരികളോടാണ് എന്ന് നമ്മൾ എല്ലാ കാലത്തും ഓർക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ ജീവത്യാഗമാണ് കേരളത്തെ കേരളമാക്കി മാറ്റിയത്. സംഘാടക സമിതി ചെയർമാൻ PV തമ്പാൻ അധ്യക്ഷനായി. CPIM ഏരിയ സെക്രട്ടറി P ശശിധരൻ, TI മധുസൂദനൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ്, പെരിങ്ങവൈക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V കുഞ്ഞികൃഷ്ണൻ, KM ഷാജി, KD അഗസ്റ്റിൻ, P പ്രഭാകരൻ, RK പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു.